കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് സനയും സച്ചും കൂടിയാണ് കേട്ടോ പോകുന്നത്. ഷൂ ഇടാനുള്ള സമയമൊന്നും അവൾക്കില്ലാത്തത് കൊണ്ട് അത് കയ്യിൽ പിടിച്ചാണ് വണ്ടി കയറുന്നത്. വണ്ടി കയറി ഇട്ടാൽ മതി എന്നായിരുന്നു സനുവിൻ്റെ പറച്ചിൽ. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയാണ് അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. ആ സമയത്ത് ഞാൻ അതിന് മുമ്പ് രാവിലെ തന്നെ ഒരുവിധം പണികളൊക്കെ ചെയ്ത് തീർക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ചിക്കൻ കറി വെച്ച് കോവയ്ക്ക് ഉപ്പേരി അതുപോലെ അരി ഉഴുന്നുമൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അധികം വീഡിയോ എടുക്കാൻ ഞാൻ നിന്നില്ല. എൻ്റെ പണികൾ മുഴുവൻ തീർത്ത് ലാസ്റ്റത്തെ ഒരു സമയത്താണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നത്. എല്ലാം ഒന്ന് ക്ലീനിങ്ങും പരിപാടികളൊക്കെ തീർത്ത് ഞാൻ വേഗം ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഡുങ്കുടൊരു ഡാൻസ് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി അവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഞാൻ അവിടെ 1 മണിക്കൂർ പോസ്റ്റായിരുന്നു കേട്ടോ. ആ സമയത്താണ് സനോയി എന്നെ വിളിച്ചിട്ട് പറയുന്നത് അവർ എയർപോർട്ടിൽ എത്തിയെന്നും ഏകദേശം ലാൻഡിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സച്ചിത അവിടെ പൂവൊക്കെ പിടിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വരുന്നവരിങ്ങനെ അറൈവൽസിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കലാണ്. അങ്ങനെ കാത്തിരിപ്പിനോടുവിൽ അവരെത്തിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, പപ്പയും മമ്മിയാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇൻലോസ് അല്ലെങ്കിൽ സനോവിൻ്റെ പാരൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരിനി 1 മാസം നമ്മുടെ കൂടെ ഉണ്ടാവും. എല്ലാവരും കൂടി സന്തോഷത്തിൽ. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. പക്ഷെ എന്നാലും പൂവൊക്കെ കൊടുത്ത് നമ്മുടെ സച്ച് വെൽക്കം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ അവിടെ നിന്നൊരു കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷമാണ് തിരിച്ച് വണ്ടിയിലൊക്കെ വന്ന് കയറിയത് കേട്ടോ. ഈ സമയം മൊത്തം ഞങ്ങളവിടെ പോസ്റ്റായിരുന്നു. ഞാൻ വിളിച്ച് നോക്കിയപ്പോൾ അവർ ഏകദേശം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് അവർ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് ഇത്തിരി മണമൊക്കെ പരക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് എസെൻഷ്യൽ ഓയിലൊക്കെ വറ്റിച്ച് വെച്ചപ്പോഴേക്കും അവരെത്തിയിട്ടുണ്ട് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാവേ.